നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 1000 സ്വലാത്ത് പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേര് ഈ വോയിസ് കേൾക്കുന്നതിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക, മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ദിവസവും ദായിമാക്കുന്ന എന്തെങ്കിലുമൊക്കെ അമലുകൾ നമ്മുടെ ഏടുകളിൽ ഉണ്ടാവണം. അതിൽ ഒന്ന് സ്വലാത്തായിരിക്കണം. തെറ്റുകളുടെ എണ്ണത്തേക്കാൾ സ്വലാത്തിൻ്റെ എണ്ണത്തിന് വർധനവുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ആ സലാത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ ഇഷ്ക് വയ്ക്കുക, അവിടുത്തെ സ്നേഹിക്കുക, അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. എന്നാൽ കിട്ടുന്നവർ അതൊരിക്കലും ഒഴിവാക്കി പോകാറുമില്ല. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങൾക്ക് 1000 സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ തൗഫീഖാണ്. അത് നിലനിർത്തി ഇബ്ലീസിനെ പരാജയപ്പെടുത്തി സ്വലാത്ത് ചൊല്ലി മുന്നേറുക. അള്ളാഹു ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് 3 കാര്യങ്ങൾ ഉടനടി ഉണ്ടാവും. 1000 സ്വലാത്ത് നിങ്ങൾ പതിവാക്കി ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനടി നിങ്ങൾക്കുണ്ടാവുന്ന 3 കാര്യങ്ങളാണ്. ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ചൊല്ലുന്നവർക്ക് ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, സ്വലാത്ത് പതിവാക്കി ധാരാളം വർദ്ധിപ്പിക്കുമ്പോൾ ഒന്ന് ആദ്യം മനസ്സിലേക്ക് വരുന്നത് മദീന സിയാറത്ത് ചെയ്യണം എന്നുള്ളതാണ്. മദീന സിയാറത്ത് ചെയ്യാനുള്ള വല്ലാത്ത പൂതി നിങ്ങൾ ആത്മാർത്ഥമായി 1000 സ്വലാത്ത് നിങ്ങൾ പതിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി എത്തും. രണ്ടാമത് നിങ്ങൾക്ക് വരും മദീന സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം. രണ്ടാമത്തെ ആഗ്രഹമാണ്. അവിടെ നിന്ന് ആ ആഗ്രഹം അള്ളാഹു തആല സാധിപ്പിച്ചു തരികയാണ്. അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തരികയാണ്. അങ്ങനെ കണ്ടാൽ ആ കണ്ണുകൊണ്ട് ഇനി റബ്ബെ ഇനി എനിക്ക് മറ്റൊന്നും കാണണ്ട. മൂന്നാമത്തെ ആഗ്രഹം അവിടെ ദുആ ചെയ്യണം, റബ്ബെ ഈ മണ്ണിലങ്ങ് എനിക്ക് മരിക്കണം റബ്ബെ, അതിനു വേണ്ടി നീ എൻ്റെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ, ഈ മണ്ണിൽ മരിക്കണം. മൂന്നാമത്തെ ആഗ്രഹമാണ്. അതും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കവിടെ മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. ഈ സ്വലാത്ത് കൊണ്ട് 3 ആഗ്രഹം. അത് സിയാറത്ത് ചെയ്യുക, തങ്ങളെ കാണുക, തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേറൊന്നും കാണണ്ട. ആ ജന്നത്തുൽ ബഖീൽ ഒരു ഇടം തരണേ റബ്ബേ എന്നുള്ളൊരു ദുആയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കയറണം. നാവ് കൊണ്ട് വെറുതെ പറഞ്ഞതുകൊണ്ട് നമുക്കുണ്ടാകില്ല. ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നന്നായി അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.